ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന ഒരുക്കങ്ങൾ വിലയിരുത്തി. ഈ മാസം 13-നാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുക. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിൽ മഹോത്സവം കുറ്റമറ്റ രീതിയിൽ നടത്താനാണ് തീരുമാനം. പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങി വിവിധ വകുപ്പുകളിൽ നിന്നുള്ള വനിതാ ജീവനക്കാരെ കൂടുതലായി വിന്യസിക്കും. കഴിയാവുന്നത്ര സ്ത്രീ ഉദ്യോഗസ്ഥകളെ നിശ്ചയിക്കുന്നത് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അത് നല്ല കാര്യമാണ്. കാരണം സ്ത്രീകളാണ് പരമാവധി ഇവിടെ വരുന്നത്. അപ്പോൾ അതിനാവശ്യമായ ഒരുക്കങ്ങൾ നടത്തിപ്പോകുന്നു എന്നത് നല്ല കാര്യമാണ്. അപ്പോൾ നല്ല ഒരു ഉത്സവമായി മാറട്ടെ എന്നാണ് പൊതുവെ കാണാനുള്ളത്. ഇന്ന് രാവിലെ 10-ന് ദേവിയെ കാപ്പുകെട്ടി കുടിയിരുത്തുന്നതോടെ ഉത്സവം ആരംഭിക്കും. കണ്ണകിയുടെ കഥ പറയുന്ന തോറ്റംപാട്ട് അവതരണവും ഇന്നു തുടങ്ങും. ഉത്സവ നാളുകളിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണിത്. ദേവിക്ക് പൊങ്കാലയിടാൻ കാത്തിരിക്കുകയാണ് ഓരോ ഭക്തജനങ്ങളും. പൊങ്കാലയ്ക്ക് വന്നിട്ടല്ലേ 40 വർഷം കൊണ്ട് പൊങ്കാലയിടാൻ അമ്മേരെ നടയിൽ പൊങ്കാലയിടണം. പൊങ്കാലയ്ക്ക് എല്ലാത്തിനും ഒരുങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ വീട്ടിലാണ് ഇരിക്കുന്നത്. ഞങ്ങൾ ഇവിടെ വരില്ല. പൊങ്കാല വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. വീട്ടിലെല്ലാവരും കാണും. വീട്ടിലാണ് പൊങ്കാല ഇടുന്നത്. 13-ന് രാവിലെ 10 മണിയോടുകൂടി ശുദ്ധ പുണ്യാഹത്തിന് ശേഷം പൊങ്കാലയ്ക്ക് തുടക്കമാകും. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയായിരിക്കും പൊങ്കാല നിവേദ്യം. ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല എല്ലാ വർഷവും അർപ്പിക്കാറുണ്ട്. ഈ നടയിൽ ഒരു വർഷവും വന്നു പോവാതെ ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. അത്രയ്ക്ക് ചൈതന്യവും നമുക്കൊരു പോസിറ്റീവ് എനർജിയും തരുന്ന ഒരു അമ്പലമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം. പോലീസ്, ആരോഗ്യം, ഫയർഫോഴ്സ് തുടങ്ങിയ വകുപ്പുകളിലെ മുന്നൊരുക്കങ്ങൾ ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ ചർച്ച ചെയ്തു. ഭക്ഷണവും കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും ചേർന്ന് പ്രവർത്തിക്കും. ഓരോ പൊങ്കാല കേന്ദ്രങ്ങളിലും മെഡിക്കൽ ക്യാമ്പ് സജ്ജമാക്കും. യാത്രാ സൗകര്യത്തിനായി കൂടുതൽ KSRTC സർവീസ് ആരംഭിക്കും. സമീപ പ്രദേശങ്ങളിൽ കൂടുതൽ CCTV സ്ഥാപിക്കാനും തീരുമാനമായി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.